ഡിസ്കസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 10 2025 കറണ്ട് അഫയേഴ്സാണ്. ബാംഗ്ലൂരു മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഡേറ്റാണ് 2025 ഓഗസ്റ്റ് 10. ബാംഗ്ലൂരു മെട്രോയുടെ നെന്മ മെട്രോ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ യെല്ലോ ലൈൻ ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 10 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാരണത്താൽ ജമ്മു കാശ്മീരിൽ നിന്ന് 25 പുസ്തകങ്ങൾ നിരോധിച്ചിരുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഈയിടെ 25 പുസ്തകങ്ങൾ നിരോധിച്ചത്. അതിൽപ്പെട്ടതാണ് അരുന്ധതി റോയുടെ ആസാദി, എ.ജി. നൂറാനിയുടെ ദി കാശ്മീർ ഡിസ്പ്യൂട്ട് 1947, 2012 എന്നീ പുസ്തകങ്ങളാണ് നിരോധിച്ചതിൽ. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസർ ആരാണ്? മാനക് ഷാ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം NCERT സിലബസിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസറാണ് മാനക് ഷാ. തദ്ദേശീയ കൂട്ടായ്മയുടെ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന സംരംഭങ്ങൾക്കായി UN നൽകുന്ന 2025 ഇക്വേറ്റർ പ്രൈസിന് അർഹരായ കർണാടകയിലെ വനിതാ സംഘമാണ് ബീബി ഫാത്തിമ സ്വയം സഹായ സംഘം. തദ്ദേശീയ കൂട്ടായ്മയുടെ പരിസ്ഥിതി സൗഹാർദ്ദ സുസ്ഥിര വികസന സംരംഭങ്ങൾക്കായി UN നൽകുന്ന 2025 ഇക്വേറ്റർ പ്രൈസിന് അർഹരായ കർണാടകയിലെ വനിതാ സംഘത്തിൻ്റെ പേരാണ് ബീബി ഫാത്തിമ സ്വയം സഹായ സംഘമാണ്. തദ്ദേശീയ കൂട്ടായ്മയുടെ പരിസ്ഥിതി സൗഹാർദ്ദ സുസ്ഥിര വികസന സംരംഭങ്ങൾക്ക് UN നൽകുന്ന 2025 ഇക്വേറ്റർ പ്രൈസിന് അർഹരായ കർണാടകയിലെ വനിതാ സംഘം ഏതാണ്? ബീബി ഫാത്തിമ സ്വയം സഹായ സംഘം. അടുത്തത്, അന്തരിച്ച വി മണികണ്ഠക്കുറുപ്പ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വി മണികണ്ഠൻ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റാണ് എന്ന് മനസ്സിലാക്കുക. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഡൊറാൻഡോ റോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സീരീസ് ഏതാണ്? ഗാന്ധി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഡൊറാൻഡോ റോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സീരീസാണ് ഗാന്ധി. ആക്സിയം 4 ദൗത്യത്തിൽ നിക്ഷേപണത്തിന് മുമ്പ് ലിക്വിഡ് ഓക്സിജൻ ലീക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ISRO. ആക്സിയം 4 ദൗത്യത്തിന് മുന്നേ തന്നെ അതിൽ ലിക്വിഡ് ലീക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ISRO. ഓക്കെ. അടുത്തത്, പഹൽഗാമിൽ ആക്രമണത്തിൽ ആളുകളെ കൊലപ്പെടുത്തിയ ലഷ്കർ-എ-തൊയ്ബ ഉന്നത കമാൻഡറെ വധിക്കാൻ നടത്തിയ സംയുക്ത സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാമിൽ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുത്തിയ വ്യക്തിയാണ് ലഷ്കർ-എ-തൊയ്ബ ഉന്നത കമാൻഡറെ. അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഗാലിൽ ഭീകരർക്കെതിരെ സൈന്യം നടത്തുന്ന ദീർഘകാല ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അകാല. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഗാലിൽ ഭീകരർക്കെതിരെ സൈന്യം ഭീകരർക്ക് വേണ്ടിയിട്ട് അഗാലിൽ നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അകാല. ഉക്രൈൻ പ്രസിഡൻ്റാണ് വ്ളാഡിമിർ സെലൻസ്കി.